ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നല്ലൊരു മഴ ഇന്നലെ കിട്ടിയിട്ടോ. നല്ല അടിപൊളി കിടിലൻ മഴ എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മളിവിടെ കുറച്ചൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. കുറേ തൂവലുകളൊക്കെ ഇപ്പം നമ്മൾ ചിറക് വലിക്കുന്നതിന് മുമ്പ് നമ്മൾ വിരമരുന്ന് കൊടുത്തുകൊണ്ട് തന്നെ പ്രാവിന് മോൾഡിങ് സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഒരുപാട് തൂവലുകളൊക്കെ ഉണ്ടായി, അതൊക്കെ ക്ലീനായി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നല്ലേ എല്ലായിടത്തും നല്ലൊരു പുതുമയുടെ ഒരു ഫീൽ വരുന്നുണ്ട്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊരു വെറൈറ്റി സ്മെല്ലാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മളിതാ പറക്കാൻ ഒരു 3-4 കുഞ്ഞന്മാരെ വിട്ടിട്ടുണ്ട്. ഇത് കുറച്ച് മൂത്ത പ്രാവാണ്. ഇത് നമുക്ക് കുറച്ച് ഡാമേജുകൾ കുടുങ്ങിയ ഒരു പ്രാവാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ പിന്നെ ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം 8 മണിയായി. അപ്പോൾ നമ്മൾ പിന്നെ 6 മണിക്ക് പറവ് കൊടുത്ത പ്രാവാണ്. ഏകദേശം 2 മണിക്കൂർ പറന്ന് ആ പ്രാവ് ഇറങ്ങി. പക്ഷെ നമ്മളെ സീറോ കള്ളി കുഞ്ഞന്മാർ അതോട്ടോ ടോപ്പിൽ കിടക്കുന്നു. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രാവളെ ഒരു ക്രോസ് ചെയ്ത് ഇറക്കിയൊരു പ്രാവും കൂടിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വെട്ടാതെ വെച്ചതിട്ട് ഈ പ്രാവളെ അത് 7 കള്ളി പ്രാവും ഒരു കുഞ്ഞന് അതിൻ്റെ നേരെ താഴെ വരുന്ന കുഞ്ഞന് ഒരു 4 കല്ല പൊടിഞ്ഞിട്ടുള്ള പ്രാവും 1 0 കള്ളിയാണ് കേട്ടോ പറക്കുന്നത്. അപ്പോൾ അതാണ് കേട്ടോ പ്രാവള് അല്ലേ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അത്യാവശ്യം ടോപ്പിലാണുള്ളത്. ഈ പ്രാവിനെ ഞാൻ വേഗം കൂട്ടിലാക്കിയിട്ട് അവരെ പറക്കാൻ തന്നെ പറവയിൽ തന്നെ നിർത്തുകയാണ് കേട്ടോ. എത്ര മാക്സിമം എത്ര നോക്കട്ടെ. നമ്മൾ പറന്നിറങ്ങിയ പ്രാവ് ഈ ഷീറ്റിൻ്റെ മേലാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ ഞാനൊരു വടിയെടുത്ത് തട്ടി കഴിഞ്ഞാൽ ആ പ്രാവ് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ ട്രാപ്പ് ഡോറിലൂടെ ഉള്ളോട്ട് കയറും കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം ഇതിനെ കൂട്ടിലാക്കട്ടെ. അപ്പോൾ നമ്മളാൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനല്ല ഒരു ട്രാപ്പ് ഡോറ് ഓപ്പൺ അല്ല, ക്ലോസ് ചെയ്തിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് ഓപ്പൺ ആക്കട്ടെ കേട്ടോ. ഇതിലുള്ള ഫുള്ള് ഫീമെയിലാട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു. പ്രാവിനെ നമ്മൾ ഷെഡിൻ്റെ ഉള്ളിൽ തുറന്നു വിടുക ചെയ്യുന്നത്. കാരണം നോക്കിട്ടോ, ഇതൊക്കെ മുക്കാക്കല്ല പ്രാവ്, മുക്കാൽ ചിറകെത്തിയ പ്രാവുകളാണ് കേട്ടോ. ഇവരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അടിച്ച് പറക്കുന്നതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക, നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ ഈ പ്രാവശ്യം പറത്തി തുടങ്ങട്ടോ. പ്രാവളെ ചട്ട ലൂസായി കിടക്കും. അതുകൊണ്ട് തന്നെ പ്രാവളെ സിമ്പിളായിട്ട് പറത്തി തുടങ്ങുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ ഈ ഒരു ഇതിലോട്ട് വിടുന്നത്. ഇതൊക്കെ ഏകദേശം മുക്കാൽ ചിറക് പ്രാവളാണ് കേട്ടോ. എന്നിട്ട് നമ്മളെ പ്രാവ് ഈ ഡോറിലൂടെ അങ്ങോട്ട് ചാടും കേട്ടോ. പെട്ടെന്ന് പ്രാവ് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കൂട്ടിലാക്കാൻ ശ്രമിക്കുക. ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 പ്രാവ് ടൂർണമെൻറ്റ് വിടുന്ന സമയത്ത് ഒരു പ്രാവ് ഒരു പക്ഷേ പെട്ടെന്ന് ഇറങ്ങി എന്തെങ്കിലും സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവ് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു പ്രാവിനെ കൂട്ടിലാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യും, പിന്നെ മറ്റേ പ്രാവിൻ്റെ പറവനെ ബാധിക്കാതെ കഴിച്ചിലാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ 2 മണിക്കൂർ പറന്നിറങ്ങിയ പ്രാവ്. ഓക്കെ, നല്ലൊരു ഫീമെയിലാണ്, മെയിലാണ്. പിന്നെ ഇതിൻ്റെ ചുണ്ട് കണ്ടില്ല, ഇതിൽ നമ്മൾ ഡോറിൻ്റെ ഉള്ളിൽ കുടുങ്ങിയൊരു പ്രാവാണ് കേട്ടോ ചുണ്ട് ഭാഗം. ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് പരിമിതികളുണ്ട്. ഇതിന് ആരോഗ്യസ്ഥിതി വലിയൊരു മെച്ചമില്ല, എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കേട്ടോ. പക്ഷെ നല്ല ഒറ്റച്ചവിട്ട് പ്രാവാണ്, എവിടെയും മിസ്സാവില്ല. കാരണം നല്ല മൈൻഡും നല്ല ചവിട്ടുള്ള പ്രാവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈവറായിട്ട് യൂസ് ചെയ്യാണ്ട് ഇവരെ. അത്യാവശ്യം നല്ല പ്രാവാണ്. ഇതിലെ തുണപ്രാവുകളൊക്കെ അടിപൊളിയായിട്ട് പറക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഈ പ്രാവശ്യം ഇതിലൊരു ടൂർണമെൻറ്റ് വിടണം എന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ പ്രാവളെ പുതുതായിട്ട് ഇളക്കുന്ന ആളുകൾക്കൊക്കെ ചെറിയ തോലെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്തു കൊണ്ടുവരുന്നത് കേട്ടോ. കാരണം പറവൻ്റെ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിറക് വലിച്ചിട്ട് അതിൻ്റെ ചിറക് ഫുള്ളായി അതിനെ പറവയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. പ്രാവ് പറത്തുന്നവരും ഇത് ട്രെയിൻ ചെയ്യുന്നവർക്കും അതിൻ്റെ കറക്റ്റ് അറിയാം. കാരണം ഏറ്റവും റിസ്ക് ഉള്ള പരിപാടി പറഞ്ഞാൽ ഇത് ചിറക് വലിക്കുക, അതിനുശേഷം ആ ചിറക് നന്നായിട്ട് വരിക എന്നുള്ളതാണ് കേട്ടോ. ആ ചിറക് ഇതേപോലെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം. അപ്പോൾ അതിൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വീഡിയോയിൽ. അപ്പം ഇതിനു മുമ്പ് ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തൂവൽ വന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഈ പ്രാവശ്യം പിന്നെ പറന്ന് തുടങ്ങാൻ വലിയ റിസ്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ ഈ ഷെഡിൻ്റെ ഉള്ളിൽ തുറന്ന് വിടുന്നതുകൊണ്ട് തന്നെ പ്രാവിൻ്റെ ചട്ടൊക്കെ ലൂസായി കിടക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം ചെറിയൊരു വീഡിയോ ആണ് ഇത്, ചെറിയൊരു ഉപദേശം അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അറിവ് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്താണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇനി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന ഫാൾട്ടുകൾ അത് കമൻറ്റിൽ പ്രത്യേകം അറിയിക്കണം. നമ്മളത് തിരുത്താൻ തയ്യാറാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ച് നമുക്ക് എല്ലാം അറിഞ്ഞോളന്നില്ല. നമുക്കറിയാത്ത ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ച് കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂഷൻ ചെയ്തിട്ട് അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയൊരു വീഡിയോ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.